ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു ഡൽഹിയിൽ നിന്നും. വിഷ്ണു, ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി ഇപ്പോൾ സിപിഐഎം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായാണ് സിപിഐഎം രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കൃത്യമായ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും കൃത്യമായ നടപടികൾ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ നടന്ന അഴിമതികളെല്ലാം അന്വേഷിക്കണമെന്നും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകൾ പാടില്ലെന്നുമെന്നും സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വിഷ്ണു ചേരുന്നു. വിഷ്ണു, ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? നസ്യ, ആദ്യഘട്ട വോട്ടെടുപ്പിൽ ത്രിപുരയിലും ബംഗാളിലും നടന്ന വോട്ടെടുപ്പിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളും അക്രമവും നടന്നെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ പരാതി കൊടുക്കുന്നതിന് വേണ്ടി സീതാറാം യെച്ചൂരി ഇപ്പോൾ ദില്ലിയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ കാണാൻ എത്തിയിരിക്കുകയാണ്. സിപിഎം ആരോപിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ അടക്കം നടന്ന വോട്ടെടുപ്പിൽ വ്യാപക കൃത്രിമം നടന്നു. ത്രിപുരയിൽ തന്നെ പല ഘട്ടങ്ങളിലായി കൃത്രിമം നടന്നു. പോളിംഗ് കേന്ദ്രങ്ങളിൽ ആരും സന്ദർശിക്കുന്നില്ലെന്ന് ആദ്യഘട്ടത്തിൽ ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ ബൂത്തുകളിൽ പ്രവേശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനു പുറമെ വോട്ടർമാരെ തിരിച്ചറിഞ്ഞ ശേഷം അവർ മറ്റു പാർട്ടികളിൽപ്പെട്ട വോട്ടർമാരാണെങ്കിൽ അവരെ മർദ്ദിച്ച ശേഷം തിരിച്ചയക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങളും പല ബൂത്തുകളിലും അരങ്ങേറി. അതുപോലെ തന്നെ പോളിംഗ് നടന്ന് 2 മണിക്കൂറുകൾക്കുള്ളിൽ പല ബൂത്തുകളും അടച്ചുപൂട്ടുന്ന ഒരു സംഭവം ത്രിപുരയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി എത്തിയിട്ടുള്ളത്. സീതാറാം യെച്ചൂരി പറയുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലാണ് ഇനിയും മുന്നോട്ടുള്ള മറ്റ് തെരഞ്ഞെടുപ്പുകൾ തുടരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് അതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നസിയ, ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും വിഷ്ണു നൽകിയത്. മതവിദ്വേഷ പരാമർശത്തിൽ യോഗി ആദിത്യനാഥിനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിനെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടി എടുത്തത്. ഉപദേശങ്ങളും മുന്നറിയിപ്പും വിട്ട് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP പ്രചാരണ റാലിയിൽ ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ബജറംഗ് ബലി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിന് 72 മണിക്കൂറിലേക്ക് കമ്മീഷൻ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മീററ്റിൽ നടന്ന പ്രചാരണ റാലിയിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശം. ഭരണഘടന ഉറപ്പു നൽകുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. നാളെ രാവിലെ 6 മണി മുതൽ തെരഞ്ഞെടുപ്പ് വിലക്ക് പ്രാബല്യത്തിലാകും. 3 ദിവസത്തേക്ക് പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോകൾ, മാധ്യമ അഭിമുഖങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണമൊന്നും യോഗി ആദിത്യനാഥ് നടത്താൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. BSP അധ്യക്ഷ മായാവതിക്ക് 2 ദിവസത്തേക്കാണ് പ്രചാരണ വിലക്ക്. 1ാം ഘട്ട വോട്ടിംഗിന്റെ അവസാന പ്രചാരണ ദിവസമായ 9-ാം തീയതി UPയിലെ സഹാറൻപൂരിൽ BSP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ വോട്ടഭ്യർത്ഥനയിലാണ് മായാവതി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയത്. മുസ്ലിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്നായിരുന്നു മായാവതിയുടെ പരാമർശം. മതം തിരിച്ച് മായാവതി നടത്തിയ പ്രസംഗം സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പോലും ലംഘിക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതാദ്യമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നേതാക്കൾക്ക് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുന്നത്. UPയിലെ 8 മണ്ഡലങ്ങളടക്കം 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ വന്ന വിലക്ക് BJPയുടെയും BSPയുടെയും പ്രചാരണത്തെ ബാധിക്കും. സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ നടപടി. ഇരുവർക്കും ഏർപ്പെടുത്തിയ പ്രചാരണ വിലക്ക് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സ്വന്തം അധികാര പരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് നാളെ തന്നെ വിശദീകരണം നൽകാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതിനിടെ കോടതിയലക്ഷ്യ ഹർജികൾ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പുലർത്തുന്നുവെന്ന വിമർശനം ശക്തമാകവെയാണ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ സസൂക്ഷ്മം പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്ന ഹർജി പരിഗണിക്കവേ ആദിത്യനാഥ്, മായാവതി തുടങ്ങിയ നേതാക്കൾ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചതിൽ എന്ത് നടപടിയുണ്ടായെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആരാഞ്ഞു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഇത്തരം പ്രസംഗത്തിന്റെ പേരിൽ ആരെയും അയോഗ്യനാക്കാൻ അധികാരമില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തി വരാഞ്ഞതോടെയാണ് സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം. തൊട്ടു പിന്നാലെ കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും നാളെ തന്നെ കമ്മീഷൻ പ്രതിനിധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ 324 വകുപ്പ് പ്രകാരം കമ്മീഷന്റെ അധികാരപരിധി വിശാലമാണെന്ന് ഹർജിക്കാരും വാദിച്ചു. അതേസമയം കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 23-ന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപായി വിശദീകരണം നൽകണം. റഫാലിൽ പിന്നീട് പുറത്തുവന്ന രേഖകൾ പരിഗണിക്കണമോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയും വിശദീകരിച്ചു. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പദത്തിന് യെദ്യൂരപ്പ കോഴ നൽകിയതിന്റെ യഥാർത്ഥ ഡയറിക്കുറിപ്പ് പുറത്ത്. കോൺഗ്രസ് ആണ് ഡയറിക്കുറിപ്പ് പുറത്തുവിട്ടത്. BJP നേതൃത്വത്തിന് 2000 കോടി രൂപ കോഴ നൽകിയതിന്റെ കണക്കാണ് ഡയറിക്കുറിപ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2008 മെയ് മുതൽ 2011 മെയ് വരെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുടെ കർണാടക നിയമസഭയുടെ ഔദ്യോഗിക ഡയറിയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഡയറിയിൽ കന്നഡ ഭാഷയിൽ സ്വന്തം കൈപ്പടയിലാണ് യെദ്യൂരപ്പ കോഴ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പദത്തിനായി BJP ദേശീയ നേതൃത്വത്തിന് കോഴ നൽകിയെന്നാണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യെദ്യൂരപ്പയ്ക്കും ഡയറിയിൽ പറയുന്ന നേതാക്കൾക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. केस में जांच होनी चाहिए और क्योंकि आज लोकपाल का गठन हो गया है तो लोकपाल की पहली जांच यही होनी चाहिए और प्रधानमंत्री जी से सवाल पूछने चाहिए, इनके मंत्रियों से सवाल पूछने चाहिए और पूरी तरह से इन्वेस्टिगेशन होनी चाहिए. ഗഡ്കരി, ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും രാജ്നാഥ് സിംഗിന് 100 കോടിയും അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടിയും ജഡ്ജിമാർക്ക് 250 കോടിയും നൽകിയെന്നാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പേജിന് താഴെയും യെദ്യൂരപ്പയുടെ കയ്യൊപ്പുമുണ്ട്. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ കൈവശം ഇതിന്റെ പകർപ്പുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കാത്തതിന് യഥാർത്ഥ ഡയറി കണ്ടെത്താനായില്ല എന്ന വിശദീകരണമാണ് പ്രത്യക്ഷ നികുതി ബോർഡ് നൽകിയിരുന്നത്. നേരത്തെ ഡയറിയുടെ പകർപ്പും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ കർണാടക തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ BJP കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ശബരിമല വിഷയത്തെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് സംസ്ഥാനത്ത് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമത്തെ സത്പ്രവൃത്തിയായി കാണുന്നവരാണ് സംഘപരിവാറുകാർ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞതുൾപ്പെടെയുള്ള അക്രമങ്ങൾ RSS സത്പ്രവൃത്തിയായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കാട്ടാക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് വർഗീയതയിലൂടെ കരുത്തു വർദ്ധിപ്പിക്കുകയാണ് RSS. കോൺഗ്രസിനാകട്ടെ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് ഇഷ്ടം. നിലവിൽ BJPയിലുള്ളത് കോൺഗ്രസുകാർ തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെപ്പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയാതെ സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്നും തെറ്റു ചെയ്താൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇത് കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് ഇവിടുന്ന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനമോ ഗൂണ്ടാ പ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം
സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചിലവാകില്ല. രാജ്യത്തിന്റെ പരമോന്നത കോടതി പറയുന്നത് ഏതൊരു സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയൂ. ശബരിമലയിൽ വേണ്ട വികസനത്തിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചുവെന്നും ശബരിമലയിലെ അക്രമത്തിലൂടെ കലാപമുണ്ടാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് കേന്ദ്രവും വിവിധ ഏജൻസികളും വിലയിരുത്തിയ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും എന്ന പ്രകാശ് കാരാട്ട്. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I am sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായോ പരോക്ഷമായോ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്കിടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച് ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശം നടത്തിയത്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരാനാണ് സൂചന. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. BSP, SP, RLD സഖ്യം BJPക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗിന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJPയും BSPയും തമ്മിലാണ് പോരാട്ടം നടക്കുക. ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014 BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJPക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJPയുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPAയും NDAയും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ്